ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് നമ്മുടെ ബോഡി ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ്. ബോഡി ടൈപ്പ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ എന്ന രീതിയിൽ നമ്മൾ ഏതൊരു ബോഡിയും കാണുമ്പോൾ നമ്മൾ ഒന്ന് നോക്കിപ്പോവും. അപ്പോൾ ഇയാൾ ഏത് കാറ്റഗറിയിൽ വരും എന്നൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഷെൽഡൻ ക്രഷ്മർ എന്നീ രണ്ടു പേര് ബോഡിയെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു എന്നാണ് പറയാൻ പോകുന്നത്. ഷെൽഡൻ്റെ അഭിപ്രായത്തിലാണെങ്കിൽ അദ്ദേഹം എൻഡോമോർഫ്, മീസോമോർഫ്, എക്ടോമോർഫ് എന്നീ 3 തരത്തിലാണ് അദ്ദേഹം ഒരു ബോഡിയെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എൻഡോമോർഫ്, മീസോമോർഫ്, എക്ടോമോർഫ്. ഇതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് എൻഡോമോർഫ്. എൻഡോമോർഫ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെന്ന് പറയുന്നത് ഈ നമ്മുടെ രാജസ്ഥാൻ മാർബിൾസിൻ്റെ പരസ്യത്തിൽ നോക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഫാറ്റ് ആയിട്ടുള്ള ബോഡിയുള്ള ആൾ. അദ്ദേഹത്തെ മനസ്സിൽ വിചാരിച്ചാൽ നമുക്ക് ഈ എൻഡോമോർഫ് വിഭാഗത്തിൽപ്പെട്ടവനെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. അവരുടെ ബോഡി എന്ന് പറയുന്നത് ഫാറ്റ് നിറഞ്ഞതായിരിക്കും. അതുപോലെ അവർ ഈ ബോഡി ടൈപ്പ് ഉള്ള ആൾക്കാരെന്ന് പറയുന്നത് ഏതൊരു ആൾക്കാരോട് സോഷ്യലായിട്ട് പെരുമാറാൻ താല്പര്യപ്പെടുന്നവരാണ്. എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരാണെങ്കിൽ മറ്റു വ്യക്തികളെ കാണുമ്പോൾ പെട്ടെന്ന് ഇൻട്രാക്ഷൻ ചെയ്യാൻ താല്പര്യം കാണിക്കില്ല. ചിലരാണെങ്കിൽ സോഷ്യലാണ്, എല്ലാവരോടും ഒരുപോലെ പെട്ടെന്ന് സോഷ്യലാവുന്ന വ്യക്തിത്വം. അപ്പോൾ ഈ എൻഡോമോർഫ് വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരെന്ന് പറയുന്നത് മറ്റുള്ളവരോട് ഇടപെടുന്നത് കൂടുതലായിരിക്കും. അതുപോലെ ഈ തരത്തിലുള്ള വ്യക്തികളെന്ന് പറയുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നവരായിരിക്കും. മറ്റുള്ളവരോടുള്ള സ്നേഹം കൂടുതലായിരിക്കും ഈ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക്. അതുപോലെ ഇവരുടെ മസിൽസ് വലുതായിരിക്കും. ഓൾറെഡി അവരുടെ ഫാറ്റി ബോഡി ആകുമ്പോൾ അവരുടെ മസിൽസും വലുതാവുകയാണ് അവിടെ. ദെൻ മീസോമോർഫ് വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തികളെ നമ്മൾ തിരിച്ചറിയാൻ ഒരു എളുപ്പമെന്ന് പറഞ്ഞാൽ ഈ സ്പോർട്സ് പേഴ്സൺ 50% സ്പോർട്സ് പേഴ്സൺസും ഈ വിഭാഗത്തിൽപ്പെടുന്നവരായിരിക്കും. എന്ന് പറഞ്ഞാൽ അവരുടെ മസിൽസ് ഫിറ്റായിരിക്കും, ബോഡി ഫിറ്റായിരിക്കും, അവർക്ക് ഉറച്ച ഒരു തീരുമാനമുള്ള വ്യക്തികളായിരിക്കും ഈ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ. എന്ന് പറഞ്ഞാൽ ഒരാളൊരു അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ അവർക്ക് ഉറച്ച ഒരു അഭിപ്രായമുള്ള ആൾക്കാരായിരിക്കും. ഒപ്പം ഇവരുടെ മസിൽസും ബോൺസും എല്ലാം ആക്റ്റീവായിരിക്കും. ഓൾറെഡി സ്പോർട്സ് പേഴ്സൺസ് ആക്റ്റീവാണ്. അപ്പോൾ ഈ വിഭാഗത്തിൽപ്പെടുന്നവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബോഡി ഫിറ്റായിരിക്കും, ഉറച്ച ഒരു അഭിപ്രായമുണ്ടായിരിക്കും അവർക്ക്. അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി അവർക്ക് സ്വന്തമായി തീരുമാനം ഉണ്ടാവും. അവരുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ് ഈ മീസോമോർഫ് വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ. ദെൻ എക്ടോമോർഫ് വിഭാഗത്തിൽപ്പെടുന്നവരെ നമ്മൾ ആലോചിക്കുമ്പോൾ മെലിഞ്ഞ തിൻ ശരീരം എന്ന് പറഞ്ഞാൽ ലോങ് ബോഡിയാണ്, പക്ഷേ മെലിഞ്ഞ ശരീരമായിരിക്കും ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. തിൻ ആൻഡ് ലോങ് ബോഡി. ദെൻ ശരീരം മെലിഞ്ഞിട്ടുള്ളതായിരിക്കും. ഇവർക്ക് എല്ലാവരുടെയും ഒരു ഭീതിയോടുകൂടെ നോക്കുന്ന വ്യക്തികളാണ് ഈ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ. ഇവർ മറ്റുള്ളവരോട് പെട്ടെന്ന് ഓപ്പൺ ആവുന്ന ആൾക്കാരല്ല. നമ്മൾ ഇവിടെ കണ്ടു, എൻഡോമോർഫ് വിഭാഗത്തിൽപ്പെടുന്നവർ സോഷ്യലാണ്, മറ്റുള്ളവരോട് പെട്ടെന്ന് സോഷ്യലായി ഇടപെടുന്ന ആൾക്കാരാണ്. പക്ഷേ എക്ടോമോർഫ് വിഭാഗത്തിലെന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റാണ്. അവർ പെട്ടെന്ന് മറ്റുള്ളവരായിട്ട് അവരുടെ ഓപ്പൺ ആവുന്ന വ്യക്തിത്വമുള്ള ആൾക്കാരല്ല. ദെൻ ഇവിടെ ക്രഷ്മർ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ 4 കാറ്റഗറിയിലായിട്ടാണ് ബോഡിയെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിലൊന്ന് പിക്നിക്, ദെൻ അത്ലറ്റിക്, എയ്സ്തമിക്, ഡിസ്പ്ലാസ്റ്റിക്. ഇതിൽ പിക്നിക് വിഭാഗത്തിൽപ്പെട്ട അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ബോഡി തിക്കായിരിക്കും, ഹ്രസ്വമായ ശരീരമായിരിക്കും, ഷോർട്ടായിരിക്കും ഈ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ. അതുപോലെ ഈ വിഭാഗത്തിൽപ്പെട്ടവർ മാനസിക വിഭ്രാന്തി കാണിക്കാൻ സാധ്യതയുള്ള ആൾക്കാരാണ്. എന്ന് പറഞ്ഞാൽ മെൻ്റലി ചെറിയ ഡിസോർഡർ കാണാൻ സാധ്യതയുണ്ട്. ദെൻ അത്ലറ്റിക് ഈ വിഭാഗത്തിൽപ്പെടുന്നവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൈഡ് ഷോൾഡർ ആൻഡ് വെയ്റ്റ്, മസിൽസ് ആൻഡ് ബോൺസ്. മസിൽസും ബോൺസും നല്ല വെയ്റ്റ് കൂടിയതും
അവരുടെ ഷോൾഡേഴ്സ് എന്ന് പറയുന്നത് വൈഡ് ആയിരിക്കും. ദെൻ എസ്തമിക് വിഭാഗത്തിൽപ്പെട്ടവരെന്ന് പറയുന്നത് മെലിഞ്ഞ ശരീരത്തോട് കൂടിയ ആൾക്കാരാണ് ഈ എസ്തമിക് വിഭാഗത്തിൽപ്പെടുന്നവർ. ഇവർക്ക് മസിൽസും ബോൺസും എന്ന് പറയുന്നത് മസിൽസ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ശക്തി എന്ന് പറയുന്നത് കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് മസിൽസ് ലീഡ്സ് ദെയർ പവർ ഡിക്രീസ്. ദാറ്റ്സ് ദെൻ ഡിസ്പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് അവരുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ഡിസോർഡർ ആയിരിക്കും. വിച്ച് ഓഫ് ദ ബോഡി ടൈപ്പ് ക്ലാസിഫിക്കേഷൻ മീൻസ് തിക്ക് ഇൻ ഗ്രീക്ക്? 2017 ചോദിച്ച കേരള PSCയുടെ ഒരു ക്വസ്റ്റ്യനാണ്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ HSലെ ഒരു ക്വസ്റ്റ്യനാണിത്. വിച്ച് ഓഫ് ദ ബോഡി ടൈപ്പ് ക്ലാസിഫിക്കേഷൻ മീൻസ് തിക്ക് ഇൻ ഗ്രീക്ക്? ഇതിൽ തിക്ക് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ക്രഷ്മറിൻ്റെ പിക്നിക്കാണ് ഓർമ്മിക്കേണ്ടത്, തിക്ക് ബോഡി. ഇതിൽ ആൻസർ എന്ന് പറയുന്നത് പിക്നിക്. ക്രഷ്മറിൻ്റെ പിക്നിക് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ദെൻ പ്രശസ്തനായ ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഏത് വിഭാഗത്തിൽപ്പെടുന്ന ആളാണ് എന്ന് പറയുന്ന ഏത് ബോഡി ടൈപ്പ് ക്ലാസിഫിക്കേഷനിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നതെന്നാണ്. അതിൽ നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു, സ്പോർട്സ് പേഴ്സൺ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഓർമ്മിക്കുക മീസോമോർഫ് ഈ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മസ്കുലോ സ്കെലറ്റൽ റുബിസ്നസ് ഈസ് ടേംഡ് ആസ് ഡാഷ്. ഏത്? അതായത് മസ്കുലോ സ്കെലറ്റൽ റുബിസ്നസ് മീൻസ് ദൃഢത എന്ന് പറയുമ്പോൾ ഫിറ്റായിട്ടുള്ള ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഇവിടെ നമുക്ക് നോക്കാം. മീസോമോർഫിലാണ് ഫിറ്റായിട്ടുള്ള ദൃഢതയോടെയുള്ള ബോഡിയുള്ള ആൾക്കാർ അറിയപ്പെടുന്നത് മീസോമോർഫ് വിഭാഗത്തിൽപ്പെട്ടതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആൻ ഇൻഡിവിജ്വൽ വിത്ത് വൈഡ് ഹിപ്പ് ആൻഡ് നാരോ ഷോൾഡേഴ്സ് ക്യാരക്ടറൈസ്ഡ് ബൈ ഫാറ്റ്നെസ്. ഫാറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാം എൻഡോമോർഫ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഫാറ്റി ബോഡിയുള്ള ആൾക്കാർ. നെക്സ്റ്റ്, വിച്ച് എമോങ് ദ ഫോളോയിങ് ഈസ് ദ അത്ലറ്റിക് ബോഡി ടൈപ്പ്? അത്ലറ്റിക് ബോഡി എന്ന് പറയുന്നത് മീസോമോർഫ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് അത്ലറ്റിക് ബോഡികൾ. മീസോമോർഫ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.